ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബ്ലൗസാണ്. ഈ ഒരു ബ്ലൗസ് ഒരു തരം എന്താ പറയുക, ഒരു ഒലീവ് ഗ്രീൻ ആൻഡ് ഒരു യെല്ലോയിഷ്, ഒരു ഓറഞ്ച് കളറിൻ്റെ ഒരു ഡബിൾ ഷെയ്ഡായിട്ടുള്ളൊരു കളറാണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ ബീഡ് ആൻഡ് ത്രെഡ് വർക്കാണ് ചെയ്യുന്നത്. ഏകദേശം അതിനകത്ത് പോയിരിക്കുന്ന 2 കളർ ത്രെഡ്സിനകത്ത് ഒരു കളർ ത്രെഡ്, അത് ആ ഒരു ഏകദേശം ഒലീവ് ഗ്രീനിനടുത്ത് വരുന്ന കളറിനോട് ഒരുവിധം മാച്ചിങ് ആയിട്ടുള്ളത്, എക്സാക്ട്ലി കളർ അല്ല കേട്ടോ, കുറച്ചൊന്ന് മാച്ചിങ് ആയിട്ടുള്ള ഗ്രീൻ കളറിലുള്ള കട്ട് ബീഡ് എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു ഡീറ്റെയിലിങ്ങിനായിട്ട് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കളർ എന്ന് പറയുന്നത് 00315 ആണ്. 315 ആണ് നമ്പർ, ഈ ഒരു ഷെയ്ഡ്. കാരണം ഇതിനകത്ത് അതിൻ്റെ ഒരു കളറിൻ്റെ ഒരു ഏകദേശം കളറിൻ്റെ ഒരു ഡബിൾ ഷെയ്ഡ് പോയിട്ടുണ്ട്, അതിൻ്റെ ത്രെഡും കൂടി പോയിട്ടുണ്ട്. സോ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഓൾമോസ്റ്റ് ഓൾ ഓവർ ആയിട്ട് ഞാനൊരു ചെറിയൊരു മോട്ടീഫായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മളൊരു ഒറ്റൊരു മോട്ടീഫ് ബാക്ക് സൈഡിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു മോട്ടീഫായിട്ടുള്ളതാണ് കാണിച്ചത്. ഇതിപ്പോൾ ഞാൻ ഈ ഓൾ ഓവർ ചെയ്യാവുന്ന ചെറിയ ചെറിയ ഡിസൈനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. സോ എന്ത് ഡിസൈനാണ്, എങ്ങനെയാണ് അത് വരയ്ക്കുന്നത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ ചെന്ന് കാണാം. ഞാൻ അനീഷ, എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. സോ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഒരു സ്ലാൻഡായിട്ട് ഒരു ലൈൻ, അതിനകത്തൊരു ലീഫ്, പിന്നീട് ഈ സ്ലാൻഡഡ് ലൈനിന് ഇവിടെ ഒരു 3 ഡോട്ട്. ഈ ഒരു ഡിസൈനാണ് കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനൊരു ഡിസൈൻ. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് വരയ്ക്കാം, ബ്ലൗസിലേക്ക് വരയ്ക്കാം. ബാക്കി എല്ലാ ബ്ലൗസിലും വരച്ചതുപോലെ ഒരു ട്രേസിങ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഡിസൈൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ട്രേസിങ് ഷീറ്റിൽ തന്നെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു കൈയുടെ അപ്പുറവും ഇപ്പുറവും 2 ഡയറക്ഷനിലേക്കുള്ള ഡിസൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സെൻറ്ററിൽ വരുന്ന രീതിയിൽ ആദ്യം ഒരു ഡിസൈൻ വരച്ചു. പിന്നീട് ഒരു അളവ് കറക്റ്റ് ഒന്ന് ആ പേപ്പറിൽ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കുകയാണ്. കാരണം അപ്പോൾ ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പം, മെഷർമെൻറ്റ് ആ ഒരു ട്രേസിങ് ഷീറ്റ് വെച്ച് തന്നെ മെഷർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പിന്നീട് അടുത്ത് വരയ്ക്കുന്നത് നെക്സ്റ്റ് ഡയറക്ഷനിലേക്കുള്ളതാണ്. തിരിച്ച് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻസ് കുറച്ച് മാറുന്ന രീതിയിലാണ് ഞാൻ നോക്കുക. ഇതേപോലെ ഫുൾ ബ്ലൗസിൽ ഡിസൈൻ വരയ്ക്കുന്നുണ്ട്. സ്ലീവിലും ഞാൻ വരച്ചിട്ടുണ്ട്. നോക്കുക, ഇതേപോലെ സ്ലീവിലും വരച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്ലീവാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു 2 റോ വരച്ചപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലാണെങ്കിലും ഷോൾഡറിൻ്റെ ഭാഗത്തുമുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ ആദ്യം തന്നെ ഒരു ഹൂപ്പിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഹൂപ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇതിന് ഞാൻ ഈ ബ്ലൗസിനോട് നന്നായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു മെഷീനിൽ യൂസ് ചെയ്യുന്ന നൈലോൺ ത്രെഡ്, എന്താ പറയുക, നമ്മുടെ പോളിസ്റ്റർ ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ബീഡ്സാണ്. ബീഡ്സ് എല്ലാം ഞാൻ ഏതൊക്കെ യൂസ് ചെയ്യുന്നത് തുടക്കം തന്നെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണാം. വർക്ക് ചെയ്യുന്നത് ശരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിരുന്നു. ബാക്ക് സ്റ്റിച്ച് പോലെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോരോ ബീഡ് കുത്തിയാണ് എടുക്കുന്നത്. നോക്കുക, ഇതേപോലെ ഈ ഒരു ലൈൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യാണ്. ഓരോരോ ബീഡ് കുത്തി തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ബീഡിൻ്റെ സൈസ് ഒന്ന് ഒരു അളവ് നോക്കിയിട്ട് കുറച്ച് മുന്നോട്ട് കുത്തിയെടുക്കുന്നു. അതിന് ശേഷം ബാക്കിലോട്ട് തന്നെ അത് കുത്തി താഴ്ത്തി എടുത്തെടുത്താണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ലീഫ് ചെയ്യാം. അവിടെ ആ ലീഫ് മാതിരി നമ്മളൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെറ്റൽ പോലെ നമ്മളൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്ന മാതിരി അല്ല ചെയ്യുന്നത്. ഒരു ലീഫിൻ്റെ ഒരു ഇത് വരുന്ന രീതിയിൽ 3 ബീഡ്സ് കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്കും പിന്നീട് അടുത്ത സൈഡിൽ നിന്ന് സെൻറ്ററിലേക്കും വരുന്ന രീതിയിൽ ആ ഒരു രീതിയിലാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിനകത്തേക്കും നമ്മൾ 3 ബീഡ് തന്നെയാണ് എടുക്കുന്നത്. ഇതേപോലെ അപ്പുറം ഇപ്പുറം 3 ബീഡ്സ് വെച്ചിട്ട് ആദ്യം ചെയ്തു. പിന്നെ സെൻറ്ററിൽ നിന്ന് തന്നെ കുറച്ച് നോക്കുക, കുറച്ച് മുകളിലോട്ട്, കാരണം ബീഡിൻ്റെ ഒരു സൈസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് മുകളിലോട്ടായിട്ട്
പൊക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും 3 ബീഡ്സ് തന്നെ എടുത്തു ബോർഡറിലേക്ക് കുത്തി ചെയ്യാണ്. അടുത്തും അതേമാതിരി ബോർഡറിൽ നിന്ന് കുത്തി പൊക്കിയെടുത്ത് സെൻറ്ററിലേക്ക് വീണ്ടും 3 ബീഡ്സ്. ഇതുപോലെ ഒരു റോ കൂടി നമ്മൾ 3 ബീഡ്സ് വെച്ചിട്ട് തന്നെ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ബീഡ്സ് പെറ്റലിൻ്റെ സൈസിനനുസരിച്ച് 3 ബീഡ് വേണോ 4 ബീഡ് വേണോ അതോ 2 ബീഡ് വേണോ എന്നുള്ളത് തീരുമാനിക്കാവുന്നതാണ്. ഇനി ഞാൻ 2 ബീഡാണ് കേട്ടോ എടുക്കുന്നത്, കാരണം അതിൻ്റെ ടിപ്പ് പോർഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ സൈസ് കുറച്ച് കുറവ് മതി, അതുകൊണ്ട് ടിപ്പിൽ അത് 2 ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ചെയ്യുന്ന മൊത്തം 2 ബീഡ്സ് വെച്ചിട്ടാണ്. 2 ബീഡ്സ് വെച്ച് ഒരു സൈഡിലേക്കും അടുത്ത സൈഡിലേക്കും പിന്നെ സെൻറ്ററിലേക്കും അങ്ങനെയാണിത് ചെയ്യുന്നത്. സോ 2 ബീഡ് തന്നെ എടുത്തു. അടുത്തതും 2 ബീഡ്സ് തന്നെ എടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് ടിപ്പിലേക്ക്, അതിൻ്റെ ആ ടോപ്പ് ടിപ്പിലേക്ക് അടുത്ത 2 ബീഡ്സ് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ലീഫ് പോർഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. നോക്കുക, ആ ഒരു ലീഫ് നമുക്കിപ്പോൾ സാറ്റിൻ അത് ഫില്ല് ചെയ്യുന്ന മാതിരി ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതിനൊരു എടുപ്പുണ്ടാവും. ഇനി അടുത്തത് നമുക്ക് ചെയ്യുന്നത് ഈ ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡ് ഞാൻ പറഞ്ഞിരുന്നു, നമ്പറെല്ലാം ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചിരുന്നു, ഏത് ത്രെഡിൻ്റെ നമ്പർ എന്താണെന്നുള്ളതെല്ലാം. ഇനി നമ്മളതിനകത്ത് നോട്ടിട്ട് കൊടുക്കുകയാണ്. 2 പ്രാവശ്യം ചുറ്റിയിട്ടാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ 3 പ്രാവശ്യം 3 ഡോട്ട്സ് നമ്മൾ വരച്ചിരിക്കുന്നതിൽ മൊത്തം ഏത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 ചുറ്റോ 2 ചുറ്റോ അത് ത്രെഡിൻ്റെ സൈസിനനുസരിച്ച് ഫ്രഞ്ച് നോട്ടിൻ്റെ സൈസ് വ്യത്യാസം വരും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യം 2 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് എടുത്തിട്ടുണ്ട്. 2 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ 2 പ്രാവശ്യമാണ് ഞാനിത് ചുറ്റി ഈ ഒരു നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 നോട്ട്സാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോക്കുക, ഇതാണ് ഡിസൈൻ. ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ള ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ബാക്കിൽ മൊത്തത്തിൽ നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ സ്ലീവിലും ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇങ്ങനെയാണ് ഈ വർക്കിൻ്റെ ലുക്ക് വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ഷോൾഡറിൻ്റെ അവിടെയും 2 ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് വർക്ക് ചെയ്തിട്ടുള്ള ലുക്ക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.